ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മയോകാർഡിയൽ ഇസ്കീമയുടെ പാർട്ട് 2 ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മയോകാർഡിയൽ ഇൻഫാർക്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ഹാർട്ടിൽ മയോകാർഡിയത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഹാർട്ട് പമ്പ് ചെയ്യുന്നത് അല്ലേ, ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നതും റിലാക്സ് ചെയ്യുന്നതും. ഈ മയോകാർഡിയത്തോട്ട് കൊറോണറി സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഈ കൊറോണറി ആർട്ടറീസ് ബ്ലഡും ഓക്സിജനും സപ്ലൈ ചെയ്താലേ ഇവർക്ക് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ കൊറോണറി ആർട്ടറീസിൽ ഒരു അതെറോസ്ക്ലീറോട്ടിക് പ്ലേക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഈ പ്ലേക്ക് അവിടെ ഇരുന്ന് റപ്ചർ ആവുകയാണ്, പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്നുള്ളൊരു കണ്ടീഷൻ വരുന്നത്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. അപ്പം ഇത് കൊറോണറി ആർട്ടറി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കൊറോണറി ആർട്ടറിയിൽ ഒരു എക്സിസ്റ്റിംഗ് പ്ലേക്ക് ഉണ്ട്. അപ്പോൾ അത് പല ഫാക്ടേഴ്സ് കാരണവും അത് ഇൻക്രീസ് ആവുക, ആ പ്ലേക്കിൻ്റെ സൈസ് വർദ്ധിക്കുകയോ അല്ലെങ്കിൽ അത് റപ്ചറായിട്ട് പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി കൊറോണറി ആർട്ടറീസിനെ ഒക്ലൂഡ് ചെയ്യുകയോ ചെയ്യും. അങ്ങനെ ഒക്ലൂഡ് ചെയ്യുമ്പം ഇത് ഏത് ഭാഗത്തോട്ടാണോ, ഹാർട്ടിൻ്റെ ഏത് പാർട്ടിലോട്ടാണോ സപ്ലൈ ചെയ്യുന്നത്, ആ കോശങ്ങൾ, ആ മയോകാർഡിയൽ സെൽസ്, ആ ഭാഗത്തിലുള്ള മയോകാർഡിയൽ സെൽസ് ഡെഡ് ആവുകയും, അതായത് നെക്രോസിസ് സംഭവിക്കുകയും അവിടെ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുന്നൊരു അവസ്ഥ വരികയും ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം. അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ is commonly known as heart attack and it is the irreversible death, that is necrosis of cardiac muscle tissue which is secondary to prolonged ischemia. ഈ ഇസ്കീമിയ ഓൾറെഡി അവിടെ അതെറോസ്ക്ലീറോസിസ് കാരണം ചെറിയൊരു ഇസ്കീമിയ ഉണ്ടെങ്കിൽ ആ ഇസ്കീമിയ പ്രൊലോങ്ഡ് ആവുകയാണ്, കുറേ നേരത്തേക്ക് നീണ്ടു നിൽക്കുകയാണെങ്കിലാണ് നമുക്ക് ഈ ഒരു AMI എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരുന്നത്. ഇറ്റ് റിസൾട്ട്സ് ഫ്രം പ്ലേക്ക് റപ്ചർ വിത്ത് ത്രോംബസ് ഫോർമേഷൻ. ത്രോംബസ് എന്ന് പറഞ്ഞാൽ ക്ലോട്ട്. ത്രോംബസ് ഫോർമേഷൻ ഇൻ എ കൊറോണറി വെസൽ വിച്ച് ലീഡ്സ് ടു അക്യൂട്ട് റിഡക്ഷൻ ഇൻ ദ ബ്ലഡ് സപ്ലൈ ടു എ പോർഷൻ ഓഫ് മയോകാർഡിയം. ഏത് ഭാഗത്തോട്ടാണോ ആ ഒരു പെർട്ടിക്കുലർ ബ്ലഡ് വെസൽ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്, ആ ഭാഗത്തിലുള്ള മയോകാർഡിയൽ സെൽസ് ഡെത്ത് ആവുകയും അവിടെ അതുകൊണ്ട് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ സംഭവിക്കുന്നു. ഇൻഫാർക്ഷൻ അല്ലെങ്കിൽ ഇൻഫാർക്റ്റ് എന്ന് പറഞ്ഞാൽ ഡെത്ത് അല്ലെങ്കിൽ നെക്രോസിസ് എന്നാണ് അർത്ഥം. സോ ദ ഇൻസിഡൻസ് ഓഫ് MI ഇൻ ഇന്ത്യ ഇസ് 64.37 per 1000 people in men aged 29 to 69 years. നമുക്കതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് MI വരാനുള്ള ചാൻസ് കൂടുന്നത് എന്ന് നോക്കാം. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്, മോഡിഫയബിൾ ആൻഡ് നോൺ മോഡിഫയബിൾ. മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും. നോൺ മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഉള്ളത്. മോഡിഫയബിൾ എന്ന് പറയുമ്പം ഡയറ്റ് ഹൈ ഇൻ സാച്ചുറേറ്റഡ് ഫാറ്റ്, tobacco, excessive alcohol, physical inactivity, hypertension, dyslipidemia, diabetes, obesity. ഇത്രയും നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് ഓൾറെഡി അതെറോസ്ക്ലീറോസിസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇഫക്റ്റ് എന്താണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നോൺ മോഡിഫയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രായം, അത് റിസ്ക് ഗെറ്റ്സ് ഹയർ വിത്ത് ഇൻക്രീസിങ് ഏജ്. ജെൻഡർ, ആണുങ്ങൾക്കായിരിക്കും, പുരുഷന്മാർക്കായിരിക്കും MI കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ്. ഫാമിലി ഹിസ്റ്ററി, ഇത്രയുമാണ് റിസ്ക് ഫാക്ടേഴ്സ്. എറ്റിയോളജി, എന്തൊക്കെയാണ് പ്രധാന കാരണങ്ങൾ ഒരു MI ഉണ്ടാവാനായിട്ട്. ഇത്രയും റിസ്ക് ഫാക്ടേഴ്സ് കാരണം മെയിനായിട്ട് ഇതിൽ 90% MI കേസുകളും ഉണ്ടാവുന്നത് കൊറോണറി അതെറോസ്ക്ലീറോസിസ് കാരണമാണ്, കൊറോണറി ആർട്ടറീസിൽ ഉണ്ടാവുന്ന അതെറോസ്ക്ലീറോസിസ് കാരണമാണ്. ബാക്കി 10% നോൺ അതെറോസ്ക്ലീറോട്ടിക് കോസസ്. അത് നമുക്ക് എംബോളിസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂവിങ് ക്ലോട്ടിനെയാണ് എംബോളിസം എന്ന് പറയാം. വേറെ എവിടെയെങ്കിലും നമ്മുടെ ബോഡിയിൽ വേറെ എവിടെയെങ്കിലും ക്ലോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ക്ലോട്ട് അല്ലെങ്കിൽ ആ ഒരു ത്രോംബസ് മൂവ് ചെയ്ത് ബ്ലഡ് വെസൽസിലൂടെ മൂവ് ചെയ്ത് അത് ഡിസ്ലോഡ്ജ് ആവുന്നതിനെയാണ്, നമ്മുടെ കൊറോണറി ആർട്ടറീസിൽ വന്ന് ഡിസ്ലോഡ്ജ് ആകുമ്പോഴാണ് എംബോളിസം കാരണം MI ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് ആർട്ടറൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആർട്ടീരിയൽ ഇൻഫ്ലമേഷൻ, ട്രോമ, കൊറോണറി വാസോസ്പാസം, പെട്ടെന്ന് ചുരുങ്ങി പോകുന്ന അവസ്ഥ, കാർഡിയോജനിക് ഷോക്ക്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് നമുക്ക് MI ഉണ്ടാവാം. അത് ഇത്രയും നമ്മൾ മേൽപ്പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് കാരണം ഇത്രയും എറ്റിയോളജി ഉണ്ടാവാം, ഇത്രയും എറ്റിയോളജി കാരണം MI ഉണ്ടാവാം. അപ്പോൾ MIൻ്റെ പാത്തോജെനിസിസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുവാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഒരു പ്ലേക്ക് അവിടെ നിന്ന് റപ്ചർ ആവുകയാണ്, പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്ലേറ്റ്ലെറ്റ് അദഷൻ ഉണ്ടാവുകയും അഗ്രിഗേഷൻ ഉണ്ടാവുകയും ആ ഒരു ആർട്ടറി മുഴുവനായിട്ട് ഒക്ലൂഡ് ആവുകയും അല്ലെങ്കിൽ പാർഷ്യലി ഒക്ലൂഡ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഏത് ഭാഗത്തോട്ടാണോ ഈ ഒരു കൊറോണറി ആർട്ടറി സപ്ലൈ ചെയ്യുന്നത്, ആ ഒരു ഭാഗത്തുള്ള മയോകാർഡിയം ഡെത്തായി അവിടെ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നു. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പാത്തോജെനിസിസ് നോക്കാം.
So the rupture of the plaque is the predominant factor that leads to acute myocardial infarction. So ഈ ഒരു റപ്ചറിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു റപ്ചറിൽ നമുക്ക് 3 രീതിയിലാണ് റപ്ചർ, ഈ ഒരു പ്ലേക്ക് റപ്ചർ ആയിക്കഴിഞ്ഞാൽ MI ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. അക്യൂട്ട് പ്ലേക്ക് ചേഞ്ചസ്, വാസോസ്പാസം ആൻഡ് ആക്ടിവേഷൻ ഓഫ് കോയാഗുലേഷൻ പാത്വേ. ഈ 3 എന്താ പറയുക സ്റ്റെപ്സ് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു 3 വേകൾ, ഈ ഒരു 3 വഴികൾ കാരണം നമുക്ക് ഒരു പ്ലേക്ക് റപ്ചർ ഓൾറെഡി അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് MI വരാനുള്ള ചാൻസ് ഉണ്ട്. 3-ൽ ഏതെങ്കിലും ഒരു മെത്തേഡ് മതി, അല്ലെങ്കിൽ ഒരു വഴി മതി നമുക്ക് MI ആവാനായിട്ട്. സോ അക്യൂട്ട് പ്ലേക്ക് ചേഞ്ചസിൽ നമ്മൾ പറയുന്നത്, ഇഫ് ദർ ഇസ് എ പ്ലേക്ക് റപ്ചർ ഓർ ഫിഷറിങ് ഓർ അൾസറേഷൻ ഓഫ് പ്ലേക്ക്, ദെൻ ദർ ഇസ് ഓട്ടോമാറ്റിക്കലി അവിടെ അഡഷൻ ഉണ്ടാവും അല്ലേ. അതായത് അവിടെ ഒരു പ്ലേക്ക് മുറിഞ്ഞു അല്ലെങ്കിൽ പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക. സോ ദാറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ദ ഫ്ലോയിങ് ബ്ലഡ് അല്ലേ. അപ്പോൾ ഫ്ലോയിങ് ബ്ലഡിലോട്ട് എക്സ്പോസ്ഡ് ആവുമ്പം അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്ലേറ്റ്ലെറ്റ് അങ്ങോട്ട് വരും, ഒട്ടിപ്പിടിക്കും, അഗ്രിഗേഷൻ സംഭവിക്കും. അതായത് കൂടുതൽ പ്ലേറ്റ്ലെറ്റ് അവിടെ വന്നു ചേരും. ആൻഡ് ആ ഒരു റപ്ചറിൻ്റെ ഭാഗത്തോട്ട് വന്നു ചേരുമ്പം അവിടെ മൈക്രോ ത്രോംബൈ ഫോം ചെയ്യും. അതായത് കുഞ്ഞു ക്ലോട്ടുകൾ ഫോം ചെയ്ത് അത്രോമാറ്റിക് പ്ലേറ്റ്സ് ആ പ്ലേക്കിൻ്റെ മുകളിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ ആ പ്ലേക്കിൻ്റെ സൈസ് കൂടുകയും പെട്ടെന്ന് തന്നെ ആ ഒരു ആർട്ടറി കംപ്ലീറ്റ് ആയിട്ട് അടയുകയും ചെയ്യുന്നു. കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ പാർഷ്യലി അടയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇസ്കീമിയ ആൻഡ് നെക്രോസിസ് വന്ന് നമുക്ക് MI ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഇത്. സോ ഇഫ് ദർ ഇസ് എ നോർമൽ കൊറോണറി ആർട്ടറിയിൽ ഒരു പ്ലേക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുക, അത്രോസ്ക്ലിറോസിസ് ഉണ്ടായെന്ന് വിചാരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പ്ലേക്ക് അവിടെ റപ്ചർ ആവുകയും അതിൻ്റെ മുകളിൽ പ്ലേറ്റ്ലെറ്റ് അഡിഷൻ ആൻഡ് അഗ്രിഗേഷൻ ഉണ്ടായി, ആൻഡ് ദർ ഇസ് എ thrombus over that plaque. So that causes the formation of occlusive thrombosis. അതായത് this thrombus will partially or fully occlude or block the coronary artery. And next is vasospasm. If there is a plaque rupture, then there is a release of inflammatory mediators by the activated platelets. And activated platelets ഉണ്ടാക്കുന്ന ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് അവിടെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, അവിടെ എവിടെയാണോ അത്രോമ ഉള്ളത് അവിടെ വാസോസ്പാസം ഉണ്ടാക്കുന്നു. വാസോസ്പാസം എന്ന് പറഞ്ഞാൽ കൊറോണറി ആർട്ടറി പെട്ടെന്ന് തന്നെ ചുരുങ്ങിപ്പോകുന്നു. നാരോയിങ് ഓഫ് ദ ല്യൂമൻ, അതായത് ആ ല്യൂമൻ്റെ ഡയമീറ്റർ വല്ലാതെ ചുരുങ്ങുന്നു. സോ ദാറ്റ് ഓൾസോ കോസസ് മയോകാർഡിയൽ ഇസ്കീമിയ ആൻഡ് നെക്രോസിസ്. മൂന്നാമത്തെ ഒരു വേ ആണ്, if there is a plaque rupture, then there is a release of tissue factor at the site of rupture. ടിഷ്യൂ ഫാക്ടർ ഉണ്ടാവുന്നു, അതായത് കൊയാഗുലേഷൻ പാത്വേ അവിടെ ആക്ടിവേറ്റ് ആവുന്നു. ഇങ്ങനെ കൊയാഗുലേഷൻ പാത്വേ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ആ ത്രോംബസിൻ്റെ സൈസ് കൂടും. കാരണം എന്താ, അവിടെ ക്ലോട്ടിങ് ആക്സിലറേറ്റ് ആവും അല്ലേ. ആ ത്രോംബസിൻ്റെ മുകളിൽ വീണ്ടും ക്ലോട്ട് ഉണ്ടാവുന്നു. അങ്ങനെ ആ ത്രോംബസിൻ്റെ സൈസ് കൂടി ദാറ്റ് ലീഡ്സ് ടു ബ്ലഡ് വെസൽ ബ്ലോക്കേജ് ഓർ ഒക്ലൂഷൻ ഓഫ് ദ ബ്ലഡ് വെസൽ. സോ ദാറ്റ് ഓൾസോ കോസസ് ദ നെക്രോസിസ്. ഇനി എങ്ങനെ, അപ്പോൾ ഇത്രയുമാണ് പാത്തോജെനസിസ്. നമുക്കിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു അല്ലേ. അപ്പോൾ പ്ലേക്ക് റപ്ചർ ആണ് അവിടെ മെയിനായിട്ട് ഉണ്ടാവുന്നത്. അങ്ങനെ റപ്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്മൾ മേൽപ്പറഞ്ഞ 3 മെത്തേഡ് വഴി അവിടെ ബ്ലഡ് വെസൽ ബ്ലോക്കായി പോകുന്നു. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങൾക്ക് കിടക്കാം. ഇൻഫാക്ട്സ്, അതായത് ആ ഒരു MI നമുക്ക് 3 രീതിയിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ബേസ്ഡ് ഓൺ അനാറ്റമിക്കൽ റീജിയൻ ഓഫ് വെൻട്രിക്കിൾ ഇൻവോൾവ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ 90% ഓഫ് MIയും വെൻട്രിക്കുലാർ വാളിലായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം അനാറ്റമിക്കൽ റീജിയൻ വെച്ച് നമ്മൾ MIനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ആൻറ്റീരിയർ വാൾ MI എന്ന് പറയാം. അപ്പോൾ അവിടെയാണ് MI ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ, ഇൻഫാക്റ്റ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ആൻറ്റീരിയർ വാൾ MI എന്ന് വിളിക്കും. പോസ്റ്റീരിയർ വാളിലാണെങ്കിൽ പോസ്റ്റീരിയർ വാൾ MI എന്ന് വിളിക്കും. ലാറ്ററൽ വാൾ MI, സെപ്റ്റൽ വാൾ MI, സർക്കംഫ്രിഷ്യൽ വാൾ MI. അങ്ങനെ ഇത്രയും തരം MI ഉണ്ട് ബേസ്ഡ് ഓൺ ദ റീജിയൻ ഓഫ് വെൻട്രിക്കിൾ ഇൻവോൾവ്ഡ്. നൗ the next classification is based on the degree of thickness of ventricular wall involved. ventricular wall എത്രത്തോളം ആ ഇൻവോൾവ്ഡ് ആണ് അത് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ 2 രീതിയിൽ MIനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ട്രാൻസ്മ്യൂറൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻവോൾവ് ദ എൻറ്റയർ തിക്നെസ് ഓഫ് വെൻട്രിക്കുലാർ വാൾ. നമ്മളെ വെൻട്രിക്കുലാർ വാളിൽ നമുക്കറിയാം ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക ഇൻറ്റിമ, അങ്ങനെ കുറേ വെൻട്രിക്കുലാർ വാളിൽ എൻഡോകാർഡിയം, മയോകാർഡിയം, എപ്പികാർഡിയം ഒക്കെ ഉണ്ടല്ലേ. അപ്പം ഇത്രയും ഭാഗങ്ങൾ ഇൻവോൾവ്ഡ് ആവുകയാണെങ്കിൽ, ഫോർ ദ എൻറ്റയർ തിക്നെസ് ഓഫ് വെൻട്രിക്കുലാർ വാൾ ഈസ് ഇൻവോൾവ്, ദെൻ ദാറ്റ് ട്രാൻസ്മ്യൂറൽ. സബ് എൻഡോകാർഡിയൽ ഓർ ലാമിനാർ എന്ന് പറഞ്ഞാൽ എൻഡോകാർഡിയത്തിൻ്റെ പകുതി ഭാഗം മാത്രം, അതായത് ഉള്ളിലുള്ള കവറിങ് ആയിട്ടുള്ള എൻഡോകാർഡിയത്തിൻ്റെ പകുതി ഭാഗം മാത്രം ഇൻവോൾവ്ഡ് ആവുകയാണെങ്കിൽ അവിടെയാണ് MI എന്നെങ്കിൽ നമ്മളതിനെ ലാമിനാർ MI എന്ന് വിളിക്കും. ഓക്കെ,
based on the age of infarct, the MI is classified as newly formed or fresh infarct or advanced ഇൻഫാക്റ്റ്. ന്യൂലി ഫോംഡ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുണ്ടായ ഇൻഫാക്റ്റും, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഇൻഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഇൻഫാക്റ്റ്. ഓക്കെ, ഓൾഡ് ഹീൽഡ് ഓർഗനൈസ്ഡ് ഇൻഫാക്റ്റ്, പഴയ ഇൻഫാക്റ്റിനെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ഇൻഫാക്റ്റ് എന്ന് വിളിക്കുന്നത്. നൗ ലൊക്കേഷൻ ഓഫ് ഇൻഫാക്റ്റ്, എവിടെയെല്ലാം ഇൻഫാക്ട്സ് വരാം. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഏരിയ ഓഫ് ഒബ്സ്ട്രക്റ്റഡ് ബ്ലഡ് സപ്ലൈ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏത് ബ്ലഡ് സപ്ലൈ ആണോ അവിടെ ഒബ്സ്ട്രക്റ്റ് ആയിരിക്കുന്നത്. നമുക്ക് മെയിനായിട്ട് 3 കൊറോണറി ആർട്ടറീസ് ആണ് ഹാർട്ടിൻ്റെ മയോകാർഡിയത്തിലോട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻഫാക്റ്റ് വരാൻ ചാൻസ് ഉള്ളത് ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് കൊറോണറി ആർട്ടറിക്കാണ്, ലാഡ എന്ന് പറയും. അപ്പം ഈ LADA ബ്രാഞ്ചിലോട്ടാണ് ഏറ്റവും കൂടുതൽ ഇൻഫാക്റ്റ് വരാൻ ചാൻസ് ഉള്ളത്. 40 to 50% of MI occur in this branch. Now പിന്നെ റൈറ്റ് കൊറോണറി ആർട്ടറി, അത് കഴിഞ്ഞാൽ 30 to 40% of MI occur in റൈറ്റ് കൊറോണറി ആർട്ടറി ബ്രാഞ്ച്. അത് കഴിഞ്ഞാൽ 15 to 20% of MI occur in ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് കൊറോണറി ആർട്ടറി ബ്രാഞ്ച്. അപ്പം ഈ 3 ആർട്ടറീസിലോട്ടായിരിക്കും ഈ ഒരു ഇൻസിഡൻസ് വൈസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ MI ഉണ്ടാവുന്നത് ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് കൊറോണറി ആർട്ടറി ദാറ്റ് സപ്ലൈസ് ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ കേട്ടോ. ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ടാണ് ഈ ലാഡ ബ്രാഞ്ച് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളായിരിക്കും ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുക. ഓക്കെ, എന്തൊക്കെ ആണ് സിംറ്റംസ് ആൻഡ് സൈൻസ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഡയഗ്നോസിസ്. അപ്പം മെയിനായിട്ട് വേദനയാണ് അല്ലേ. എങ്ങനെയുള്ള വേദനയാണ്, ആ പെയിൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും? സഡൻ ആയിരിക്കും, സിവിയർ ആയിരിക്കും, ക്രഷിങ് ആയിരിക്കും, പ്രൊലോങ്ഡ് ആയിരിക്കും, സബ്സ്റ്റേണൽ ഓർ പ്രീകോർഡിയൽ, അതായത് നമ്മുടെ സ്റ്റേണത്തിൻ്റെ തൊട്ട് താഴെയായിട്ട്, നെഞ്ചലിൻ്റെ തൊട്ട് താഴെയായിട്ട്, നമ്മൾ റെട്രോസ്റ്റേണൽ എന്നും പറയും കേട്ടോ. ആൻഡ് അൺറിലീവ്ഡ് ബൈ റെസ്റ്റ് ഓർ നൈട്രോഗ്ലിസറിൻ. നമ്മൾ ആൻജൈന പോലെ അല്ല, റെസ്റ്റ് കൊണ്ടോ നൈട്രോഗ്ലിസറിൻ കൊണ്ടോ നമുക്ക് ആ പെയിൻ റിലീവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓഫൺ റേഡിയേറ്റിംഗ് ടു 1 or both the arms, neck and back. പിന്നെ സ്വെറ്റിംഗ് ഉണ്ടാവും, ഇൻഡൈജഷൻ ഉണ്ടാവും. അതിന് നമ്മൾ ഹാർട്ട് ബേൺ എന്നായിരിക്കും പേഷ്യൻസ് പറയുക, നെഞ്ചിരിയുന്നു എന്ന് പറയും. സോ ദാറ്റ് ഈസ് അക്കംപനീഡ് ബൈ നോസിയ ആൻഡ് വൊമിറ്റിംഗ്. എപ്പിഗാസ്ട്രിക് ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞാൽ മേൽവയറാണ് കേട്ടോ. ഓക്കെ, സോ ഫീലിംഗ് ഓഫ് അപ്രഹെൻഷൻ, അതായത് പേടി, മരണഭയം ഉണ്ടാവും, എന്തോ ബാഡായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്ന് പേഷ്യൻറ്റിന് തോന്നും. ആൻഡ് ഷോക്ക് ഉണ്ടാകും. ഷോക്ക് എന്ന് പറഞ്ഞാൽ കാർഡിയോജനിക് ഷോക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് BP കുറയും, സിസ്റ്റോളിക് BP 80 mmHg താഴും. ലെഥാർജി, ഭയങ്കര ക്ഷീണം, ടയേർഡ്നെസ് ഉണ്ടാവും. കോൾഡ്, ക്ലാമി, ലിംബുകൾ, നീല കളർ ഉണ്ടാവും. പെരിഫറൽ സൈനോസിസ് ഉണ്ടാവും കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേഷൻ കാരണം. വീക്ക് പൾസ് വീക്കാവും. ടാക്കിക്കാർഡിയ, ഹാർട്ട് ബീറ്റ് കുറച്ച് കൂടും അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കുറയും. ദാറ്റ് ഡിപ്പെൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഷോക്കിലുണ്ടാവും, ഷോക്ക് കാരണം ഉണ്ടാകും. ഒളിഗ്യൂറിയ, യൂറിൻ ഔട്ട്പുട്ട് കുറയും, 20 ml/h അത് കുറയും. ലോ ഗ്രേഡ് ഇതൊക്കെ ഇസ്കീമിയയുടെ കാരണങ്ങളും ഉണ്ടാട്ടോ. ലോ ഗ്രേഡ് ഫീവർ ഉണ്ടാവും. അതുപോലെ അക്യൂട്ട് പൾമണറി എഡീമ ഉണ്ടാവും. അക്യൂട്ട് പൾമണറി എഡീമ വെച്ചാൽ നെഞ്ചിൻ്റെ ഭാഗത്തെല്ലാം നീരുണ്ടാവും, സഫക്കേഷൻ ഉണ്ടാവും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. പിന്നെന്താ, പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. ആൻഡ് ബബ്ലിംഗ് റെസ്പിറേഷൻ, ആ ഒരു റെസ്പിറേഷൻ്റെ സൗണ്ട് മാറും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുമായിരിക്കും. ഓക്കെ, നൗ ECG ചേഞ്ചസ്. നമുക്ക് കോമൺ ആയിട്ട് STEMI എന്നാണ് നമ്മളതിനെ പറയുക. STEMI എന്ന് പറഞ്ഞാൽ ECGയിൽ ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ട് മിക്ക MIകളിലും ECGയിൽ വരുന്ന വേരിയേഷൻ ST എലിവേഷൻ ആണ്. അതായത് ST സെഗ്മെൻറ്റ് എലിവേറ്റഡ് ആവും. പിക്ചറിൽ കാണുന്ന പോലെ ST സെഗ്മെൻറ്റ് എലിവേറ്റഡ് ആവും. ബാക്കിയുള്ള മാറ്റങ്ങളാണ് T വേവ് ഇൻവേർഷൻ, ഡീപ്പ് Q വേവ് ഒക്കെ. പക്ഷെ നമ്മൾ STEMI, പക്ഷേ NSTEMIയും ഉണ്ട്, അതായത് നോൺ ST എലിവേറ്റഡ് MIയും ഉണ്ട്. അത് സെപ്പറേറ്റ്. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ STEMI കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. കാർഡിയാക് ബയോമാർക്കേഴ്സ്, ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് അറിയാൻ പറ്റും MI. അത് മെയിനായിട്ട് ഈ MI, അതായത് നമ്മുടെ മയോകാർഡിയം ഡാമേജ് ആവുമ്പം, ഹാർട്ട് മസിൽസ് ഡാമേജ് ആവുമ്പം കുറച്ച് പ്രോട്ടീൻസ് അൺയൂഷ്വലായിട്ട് നമ്മുടെ ബ്ലഡിലോട്ട് വരും. സോ ദാറ്റ് ഈസ് ദ മാർക്കേഴ്സ് ഓഫ് കാർഡിയാക് ഡാമേജ്, മയോകാർഡിയൽ ഡാമേജ്. ഇതിൽ മെയിനായിട്ടുള്ളത് CKMB, അതായത് ക്രിയാറ്റിനിൻ ഫോസ്ഫറ്റേസ്. ഓക്കെ,
ക്രിയാറ്റിനിൻ കൈനേസിൻ്റെ തന്നെ ക്രിയാറ്റിനിൻ ഫോസ്ഫോ കൈനേസിൻ്റെ തന്നെ കുറേ ഐസോഫോംസ് ഉണ്ട്. ഇതിൽ നമ്മൾ മയോകാർഡിയത്തിൽ കാണുന്ന ഒരു ഐസോഫോമാണ് CKMB എന്ന് പറയുന്നത്. അപ്പം ക്രിയാറ്റിനിൻ ഫോസ്ഫോ കൈനേസിൻ്റെ മയോകാർഡിയൽ ബയോമാർക്കറാണ് MB എന്ന് പറയുന്നത്. ആ CKMBയുടെ ലെവൽസ് കൂടും. അതുപോലെ LDH ലാക്റ്റിക് ഡീഹൈഡ്രോജിനേസ് ഇതും നമുക്ക് MAയുടെ സമയത്ത് കൂടും. ഇതിൽ തന്നെ LDH1 ആണ് കൂടുക. കാരണം LDH1 ആണ് മയോകാർഡിയത്തിൽ ഉണ്ടാവുന്ന എൻസൈം. ആൻഡ് കാർഡിയാക് സ്പെസിഫിക് ട്രോപ്പോണിൻസ് നമുക്കറിയാം, സ്കെൽറ്റൽ മസിലും കാർഡിയാക് മസിൽസിലും ഒക്കെ ട്രോപ്പോണിൻ ഉണ്ടാവും അല്ലേ, കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് ആണ്. ഈ പ്രോട്ടീൻസിൽ തന്നെ കാർഡിയാക് ട്രോപ്പോണിൻസ് 2 തരമുണ്ട്, ട്രോപ്പോണിൻ Tയും ട്രോപ്പോണിൻ Iയും. ഈ 2 ട്രോപ്പോണിൻസും MI അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്ലഡിൽ കുറേ അധികം നാളത്തേക്ക് ഇത് എലിവേറ്റഡ് ആയിട്ട് ഉണ്ടാവും. യൂഷ്വലി ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ട്രോപ്പോണിൻ Tയും Iയൊന്നും ഉണ്ടാവില്ല ബ്ലഡിൽ. MI ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ട്രോപ്പോണിൻ T ആണെങ്കിൽ 10 to 14 days വരെ MI കഴിഞ്ഞ് നിൽക്കും. അതുപോലെ ട്രോപ്പോണിൻ I ആണെങ്കിൽ 10 ദിവസം വരെ ഒരു MI അറ്റാക്ക് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് സീറത്തിൽ അല്ലെങ്കിൽ ബ്ലഡിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻ? സാധാരണ ഒരു 5 മുതൽ 10% ആളുകൾ MI കഴിഞ്ഞാൽ ഡെത്തിലോട്ടത് പോവും. എന്നുവെച്ചാൽ അപ്പം തന്നെ കാർഡിയാക് ഡെത്ത് സംഭവിക്കും. ബാക്കി 90% ആളുകൾക്ക് കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം. അതായത് ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം. ഇതിൽ ചില കോംപ്ലിക്കേഷൻസ് ആണ് ആറിത്മിയാസ്, അതായത് ഹൃദയത്തിൻ്റെ താളം തെറ്റുക, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, കാർഡിയോജനിക് ഷോക്ക്, ത്രോംബോസിസ് ആൻഡ് ത്രോംബോ എംബോളിസം, അതായത് അവിടെ ഉണ്ടായ ക്ലോട്ട് വേറെ എവിടെയെങ്കിലും അവിടെ നിന്ന് മാറി ഡിറ്റാച്ച്ഡായി ബ്ലഡ് സർക്കുലേഷൻ വഴി വേറെ എവിടെയെങ്കിലും ഡിസ്ലോഡ്ജ് ആവും. ഇത് മെയിനായിട്ട് സംഭവിക്കുന്നത് ലെഗ് വെയിനിലോട്ടാണ്, അതായത് കാലിലുള്ള വെയിനുകളിലോട്ടാണ് ഈ ഒരു ക്ലോട്ട് സാധാരണ പോയി അവിടെ ഡിസ്ലോഡ്ജ് ആവുക. അതിനാണ് നമ്മൾ ത്രോംബോ എംബോളിസം എന്ന് പറയാം. പിന്നെ റപ്ചർ ഉണ്ടാവും, അതായത് എവിടെയാണോ MI ഉണ്ടായിരിക്കുന്നത്, ഇൻഫാക്റ്റ് ഉണ്ടായിരിക്കുന്നത്, അവിടെ നിന്ന് ചെറുതായിട്ട് ഹാർട്ടിൻ്റെ വോളൊന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇത് ഏറ്റവും ഡേഞ്ചറസ് ആണ്. ഇത് യൂഷ്വലി ഡെത്തിലോട്ടാണ് പോവുക. സാധാരണ ആളുകൾ മരിക്കും അങ്ങനെ റപ്ചർ ആയി കഴിഞ്ഞാൽ. അപ്പം ഇത് ടാംപോനേഡ്, പെരികാർഡിയം പോലുള്ള അവസ്ഥകളിലോട്ടൊക്കെ പോവും. കാർഡിയാക് അന്യൂറിസം, അതുപോലെ പെരികാർഡൈറ്റിസ്, ഇത്രയാണ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി ട്രീറ്റ്മെൻറ്റിലോട്ട് ഞാൻ കടന്നിട്ടില്ല. ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി ഉണ്ട്, നമ്മളത് വേറെ ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യാം ട്രീറ്റ്മെൻറ്റ് എങ്ങനെയെന്ന്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മൾ MIക്ക് പറയുന്നത്, MIയുടെ പാത്തോജനസിസും ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസും കോംപ്ലിക്കേഷൻസും. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. സോ താങ്ക് യു സോ മച്ച്.